സിനിമകളെയും വെബ് സീരീസുകളെയും വെല്ലുന്ന രീതിയിലുള്ള ഒരു കവർച്ച ആസൂത്രണത്തിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഗുജറാത്തിലെ സൂറത്തിൽ നിന്ന് പുറത്തുവരുന്നത്. ഒരു ജ്വല്ലറിയിൽ അതിക്രമിച്ച് കയറി വെടിയുതിർത്ത് കവർച്ച നടത്താൻ ശ്രമിച്ച സംഘത്തിലെ മണിക്കൂറുകൾക്കുള്ളിൽ പോലീസ് പിടികൂടി. എന്നാൽ പോലീസിനെ പോലും അമ്പരപ്പിച്ചത് പിടിയിലായവരിൽ ഒരാളുടെ പശ്ചാത്തലമാണ്. അഹമ്മദാബാദിലെ പ്രമുഖ സർവകലാശാലയിൽ നിന്ന് ബിരുദം നേടിയ ISROയിൽ അടക്കം ഇന്റേൺഷിപ്പ് ചെയ്ത ഒരു എയറോനോട്ടിക്കൽ എഞ്ചിനീയറാണ് ഈ കവർച്ചാശ്രമത്തിന്റെ മുഖ്യ ആസൂത്രകൻ. വെബ് സീരീസുകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് നടത്തിയ ഈ ജ്വല്ലറി കവർച്ചാശ്രമത്തിന്റെ നാടകീയമായ വിവരങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെന്ന് നോക്കാം. കഴിഞ്ഞ ചൊവ്വാഴ്ച രാവിലെ സൂറത്തിലെ നവാസരിയിലുള്ള ഒരു ജ്വല്ലറിയിലാണ് നാടകീയമായ കവർച്ചാശ്രമം നടന്നത്. ജ്വല്ലറിയിൽ ആളുകൾ ഇല്ലാതിരുന്ന സമയം കൃത്യമായി മനസ്സിലാക്കി ഹെൽമറ്റ് ധരിച്ചെത്തിയ 2 പേർ തോക്ക് ചൂണ്ടി കടയുടമ അശോക് ഗഡാരിയെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു. എന്നാൽ അപ്രതീക്ഷിതമായി കടയുടമയിൽ നിന്നുണ്ടായ ശക്തമായ പ്രതിരോധം കവർച്ചാ സംഘത്തിന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചു. കവർച്ചാശ്രമം പരാജയപ്പെടുമെന്ന് ഉറപ്പായതോടെയും ബഹളം കേട്ട് നാട്ടുകാർ ഓടിക്കൂടുമെന്ന് തോന്നിയതോടെയും പ്രതികൾ കടയുടമയ്ക്ക് നേരെ 2 തവണ വെടിയുതിർത്തു. ഭാഗ്യം കൊണ്ട് മാത്രമാണ് അശോക് ഖഡാരി പരക്കേൽക്കാതെ രക്ഷപ്പെട്ടത്. ഇതിനിടയിൽ പ്രതികൾ കടയ്ക്കുപുറത്ത് കാത്തുനിന്ന കാറിൽ കയറി അതിവേഗം രക്ഷപ്പെടുകയായിരുന്നു. സംഭവം നടന്ന ഉടൻ തന്നെ സൂറത്ത് പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം രംഗത്തെത്തി. പ്രതികൾ പോലീസിനെ കബളിപ്പിക്കാൻ തന്ത്രപരമായ നീക്കങ്ങളാണ് നടത്തിയത്. രക്ഷപ്പെടുന്നതിനിടയ്ക്ക് കാറിന്റെ നമ്പർ പ്ലേറ്റ് ഊരി മാറ്റുകയും വാഹനം ഒരു സമീപത്തെ ഒരു ക്വാറിയിൽ നിക്ഷേപിക്കുകയും ചെയ്തു. തുടർന്ന് വസ്ത്രങ്ങൾ മാറ്റി മറ്റൊരു വാഹനത്തിലാണ് ഇവർ യാത്ര തുടർന്നത്. എന്നാൽ പ്രദേശത്തെ 300ഓളം CCTV ക്യാമറകൾ കൃത്യമായി പരിശോധിച്ച പോലീസ് സംഘം പ്രതികളുടെ ഓരോ നീക്കവും ശാസ്ത്രീയമായി പിന്തുടരുകയും വൽസാദിൽ വെച്ച് ഇവരെ വലയിലാക്കുകയും ചെയ്തു. സൂറത്ത് ജ്വല്ലറി കവർച്ചാശ്രമത്തിൽ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ 3 പ്രതികളെയും പിടികൂടാൻ പോലീസിന് സാധിച്ചു. ഈ കവർച്ചാശ്രമത്തിന് പിന്നിലെ ബുദ്ധി കേന്ദ്രത്തെക്കുറിച്ച് പോലീസ് പുറത്തുവിട്ട വിവരങ്ങൾ ഏവരെയും ഞെട്ടിക്കുന്നതാണ്. പിടിയിലായ 25 വയസ്സുകാരനായ ഉമാങ് വച്ചാനി വെറുമൊരു ക്രിമിനൽ അല്ല, മറിച്ച് ഉയർന്ന വിദ്യാഭ്യാസ യോഗമുള്ള ഒരു എയറോനോട്ടിക്കൽ എഞ്ചിനീയറാണ്. അഹമ്മദാബാദിലെ പ്രമുഖ സർവകലാശാലയിൽ നിന്ന് ബിരുദം നേടിയ ഇയാൾ രാജ്യത്തെ പ്രമുഖ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമായ ISROയിൽ അടക്കം ഇന്റേൺഷിപ്പ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇത്രയും മികച്ച അക്കാദമിക് പശ്ചാത്തലമുള്ള ഒരാൾ എങ്ങനെ ഇത്തരമൊരു കൃത്യകൃത്യത്തിലേക്ക് എത്തിയെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥരെ പോലും അത്ഭുതപ്പെടുത്തുന്നു. പോലീസ് ചോദ്യം ചെയ്യലിൽ പ്രതികൾ നൽകിയ മൊഴി പ്രകാരം പ്രശസ്തമായ പല വെബ് സീരീസുകളിൽ നിന്നാണ് ഇവർക്ക് കവർച്ച നടത്താനുള്ള പ്രചോദനം ലഭിച്ചത്. വെബ് സീരീസുകളിലെ നായകന്മാർ ആസൂത്രണം ചെയ്യുന്നത് പോലെ അതിബുദ്ധിപരമായ നീക്കങ്ങളിലൂടെ പണം സമ്പാദിക്കാനായിരുന്നു ഇവരുടെ നീക്കം. കഴിഞ്ഞ 2 മാസമായി ഈ ജ്വല്ലറി കേന്ദ്രീകരിച്ച് അവർ നിരീക്ഷണം നടത്തി വരികയായിരുന്നു. വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ തന്നെ ചില ചെറിയ മോഷണ കേസുകളിൽ ഉമാങ് വച്ചാനിക്ക് പങ്കുണ്ടായിരുന്നതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. വച്ചാനിക്കൊപ്പം വൽസാങ് സ്വദേശികളായ രജനീകാന്ത് മക്വാന, മനോജ് സൂര്യവംശി തുടങ്ങിയവരും ഈ ഗൂഢാലോചനകളിൽ പങ്കാളികളായിരുന്നു. ഉയർന്ന വിദ്യാഭ്യാസവും സാങ്കേതിക പരിജ്ഞാനവും ക്രിമിനൽ ബുദ്ധിക്ക് ഉപയോഗിച്ച ഉമാങ് വച്ചാനിയുടെ നടപടി സമൂഹത്തിന് നൽകുന്ന മുന്നറിയിപ്പ് ചെറുതല്ല. ഉയർന്ന വിദ്യാഭ്യാസം ഉണ്ടായിട്ടും ISRO പോലെയുള്ള പ്രമുഖ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യാൻ അവസരം ലഭിച്ചിട്ടും ഒരു യുവാവ് കുറ്റകൃത്യത്തിന്റെ വഴി തിരഞ്ഞെടുത്തു എന്നത് സമൂഹത്തിന് വലിയൊരു മുന്നറിയിപ്പാണ് നൽകുന്നത്. സിനിമകളും വെബ് സീരീസുകളും നൽകുന്ന തെറ്റായ പ്രചോദനങ്ങൾ ജീവിതത്തെ എങ്ങനെ തകർക്കുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ് ഉമാങ് വച്ചാനി എന്ന 25-കാരൻ. വിദ്യാഭ്യാസത്തിനൊപ്പം മൂല്യങ്ങൾ കൂടി പകർന്നു നൽകേണ്ടതിൻ്റെ അനിവാര്യതയിലേക്കാണ് ഈ സംഭവം വിരൽ ചൂണ്ടുന്നത്. കടയുടമ അശോക് ഖഡാരിയുടെ ധീരതയും സൂറത്ത് പോലീസിന്റെ പ്രശംസനീയമായ അന്വേഷണവും ഒരു വലിയ കവർച്ചാശ്രമത്തെയാണ് ഇല്ലാതാക്കിയത്.